let us see the negative sentences in present perfect tense. How can we make negative sentences in present perfect tense? The usual way is by adding notes, and also we can use the negative words such as never, hardly, scarcely, rarely, seldom, few, little, none, nothing, etc. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കുന്നതിന് സാധാരണ നമ്മൾ നോട്ട് എന്ന് പറയുന്ന നെഗറ്റീവ് പദമാണ് ഉപയോഗിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നെവർ ഉപയോഗിക്കാം, നൺ ഉപയോഗിക്കാം, നത്തിങ് ഉപയോഗിക്കാം. അതുപോലെ സെമി നെഗറ്റീവ് വേർഡ്സായ ഹാർഡ്ലി, സ്കേഴ്സ്ലി, റയർലി, സെൽഡം, ഫ്യൂ, ലിറ്റിൽ എന്നീ പദങ്ങൾ ഉപയോഗിക്കാം. ഇവ ഉപയോഗിച്ചാൽ നെഗറ്റീവ് ആകും. നോട്ട് മറ്റ് നെഗറ്റീവ് പദങ്ങൾ പോലെ എവിടെയെങ്കിലും അങ്ങ് ഉപയോഗിച്ചാൽ പോലെ. See, as we have discussed earlier, note must be added to the, note should be added to the auxiliaries. Here there are two auxiliaries. Which are the two auxiliaries here? Have and has. So we should add a note to have and has to make them negative sentences. Have plus note is equal to have not. The shortened form or the abbreviated form is haven't. Has plus note is equal to has not. The shortened form is hasn't. If we are using nothing, see, we should use nothing after have and has. If you are using never, never must be used after have and has. Never ഉപയോഗിച്ചാലും have and has, nothing ഉപയോഗിച്ചാലും have and has കഴിഞ്ഞിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് വേറെ ഉപയോഗിക്കാം. Let us see the ways by which we can use these adverbs, and also how we can make negative sentences. ഞാൻ നിങ്ങളെ മുൻപ് കണ്ടിട്ടില്ല എന്ന് പറയണം. How is it expressed? In which way we can express it? I have seen you before ആണ് ഞാൻ നിങ്ങളെ മുൻപ് കണ്ടിട്ടുണ്ട്. I have not seen you before. സ്പോക്കൺ ഇംഗ്ലീഷിലാണെങ്കിൽ I haven't seen you before. I haven't seen you before. I have not read the novel Chemmeen. I haven't read the novel Chemmeen. I have not seen the film Yatra. I haven't seen the film Yatra. ഞാൻ താജ്മഹൽ ഒരിക്കലും സന്ദർശിച്ചിട്ടില്ല. ഐ ഹാവ് ഒരിക്കലും എന്നാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന നെവർ അല്ലേ. ഐ ഹാവ് നെവർ വിസിറ്റഡ് ദ താജ്മഹൽ. ഐ ഹാവ് നെവർ സീൻ ഹെർ ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അവളെ കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നുണകൾ പറഞ്ഞിട്ടില്ല. ഐ ഹാവ് നെവർ ടോൾഡ് ലൈസ് ഇൻ മൈ ലൈഫ്. അവിടെ നോട്ടിന് ഐ ഹാവ് നോട്ട് ടോൾഡ് ലൈസ് ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. ഒരിക്കലും എന്നായതുകൊണ്ടാണ് നെവർ ഉപയോഗിച്ചത്. ഐ ഹാവ് നെവർ ടോൾഡ് ലൈസ് ഇൻ മൈ ലൈഫ്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ആരെയും ചതിച്ചിട്ടില്ല. ഐ ഹാവ് നെവർ ചീറ്റഡ് എനിവൺ ഇൻ മൈ ലൈഫ്. I have not written poems. She has not completed her degree course. So these are the ways by which we can make negative sentences in present perfect tense. ഹാവിനോടോ ഹാസിനോടോ നോട്ട് ചേർക്കുക. സ്പോക്കൺ ഇംഗ്ലീഷ് ആണെങ്കിൽ നോട്ട് ചേർത്ത് ചുരുക്കിയ രൂപം ഉപയോഗിക്കാം, അല്ലെങ്കിൽ നെവറോ നത്തിങ്ങോ നണ്ണോ ചേർക്കാം. അങ്ങനെ നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാം. ഇനി let us see the interrogative sentences in present perfect tense. What are the ways of making interrogative sentences in present perfect tense? In which way we can make yes or no questions and the interrogative sentences made by auxiliaries and other interrogative sentences made by the question words in present perfect tense. At first of all, let us see the yes or no questions or verbal questions. ആദ്യം നമ്മൾ വെർബൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ yes or no questions നോക്കുന്നു. അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത്? yes or no questions നിർമ്മിക്കുന്ന മാർഗ്ഗം എന്താണ്? അതിനെന്താ മാർഗ്ഗം? yes or no questions എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓക്സിലറീസിൽ ആരംഭിക്കുന്നതാണല്ലോ. ഹിയർ ദെയർ ആർ ഓൺലി ടു ഓക്സിലറീസ്. ദേ ആർ ഹാവ് ആൻഡ് ഹാസ്. ഈ ടെൻസിലാകെയുള്ള രണ്ട് ഓക്സിലറീസ് ഹാവും ഹാസും അല്ലേ. ദേ ഷുഡ് ബി പുട്ട് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി സെൻറ്റൻസ്. ആദ്യം അത് ഉപയോഗിക്കണം. ഹാവ് ഓർ ഹാസ്, യു നോ ദി സർക്കംസ്റ്റൻസസ് ഇൻ വിച്ച് വി ക്യാൻ യൂസ് ഹാവ് ആൻഡ് ഹാസ്. ഇനി വരാൻ പോകുന്ന സബ്ജക്റ്റ് പ്ലൂറലോ അയ്യോ ആണെങ്കിൽ മാത്രം ഹാവ്. ഇനി വരാൻ പോകുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് ഉപയോഗിക്കണം. ഹാവ് ഓർ ഹാസ് പ്ലസ് സബ്ജക്റ്റ്. Then comes the verb in the V3 form. Then comes the verb in the past participle form. പിന്നെ ആശയപരമായിട്ടുള്ളതോടെ ചേർക്കുക. എഴുതുമ്പോൾ when we write we should use question mark. എഴുതുമ്പോൾ നമ്മൾ question mark ഉപയോഗിക്കുക.
പിന്നെ എപ്പോഴെങ്കിലും എന്നൊക്കെ ചോദിക്കണമെങ്കിൽ എവർ ഉപയോഗിക്കണം. എവറിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് എവർ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ചെമ്മീൻ എന്ന നോവൽ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ഹാവ് യു റെഡ് ദി നോവൽ ചെമ്മീൻ? നിങ്ങൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു കംപ്ലീറ്റഡ് യുവർ ഡിഗ്രി കോഴ്സ്? നിങ്ങൾ എന്നെ മുൻപ് കണ്ടിട്ടുണ്ടോ? ഹാവ് യു, ഇനി വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ സീൻ, ഹാവ് യു സീൻ മീ ബിഫോർ? നിങ്ങൾ ജീവിതത്തിൽ നുണകൾ പറഞ്ഞിട്ടുണ്ടോ? ഹാവ് യു ടോൾഡ് ലൈസ് ഇൻ യുവർ ലൈഫ്? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മോഷ്ടിച്ചിട്ടുണ്ടോ? ഹാവ് യു സ്റ്റോളൻ ഇൻ യുവർ ലൈഫ്? നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹിയർ എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹേഡ്, ഹാവ് യു ഹേഡ് ഓഫ് ഹിം? അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടോ? അദ്ദേഹം എന്നുള്ളതിന് ഹീ ആണ്. അപ്പോൾ അവിടെ ഇത്രയും നേരം നമുക്ക് യു ആയതുകൊണ്ട് ഹാവ് ആയിരുന്നു. അപ്പോൾ ഹീ ആയതുകൊണ്ട് ആദ്യം ഹാസല്ലേ വേണ്ടത്. ഹാസ് ഹി കം ഹിയർ? അദ്ദേഹം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഹാസ് ഹി ടോട്ട് യു? അവൻ്റെ അസുഖത്തിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ടോ? ഹാസ് ഹി റിക്കവേർഡ് ഫ്രം ഹീസ് ഇൽനെസ്? സിമിലർലി നിങ്ങളിവിടെ 1971 മുതൽ താമസിച്ചിട്ടുണ്ടോ? ഹാവ് യു ലിവ്ഡ് ഹിയർ സിൻസ് 1971? സോ ദീസ് ആർ ദി വേസ് ഓഫ് മേക്കിംഗ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഇനി എവർ ഉപയോഗിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും താജ്മഹൽ സന്ദർശിച്ചിട്ടുണ്ടോ? ഹാവ് യു സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് എവർ ഉപയോഗിക്കുന്നത്. ഹാവ് യു എവർ വിസിറ്റഡ് ദി താജ്മഹൽ? നിങ്ങൾ എപ്പോഴെങ്കിലും മുംബൈക്ക് പോയിട്ടുണ്ടോ? ഇവിടെ പോവുക എന്നുള്ളതിന് ബീൻ ഉപയോഗിച്ചാൽ മതി, അല്ലാതെ ഗോയോ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളായ ഗോണോ ഒന്നും ഉപയോഗിക്കേണ്ട, ബീൻ ഉപയോഗിച്ചാൽ മതി. ഹാവ് യു എവർ ബീൻ ടു മുംബൈ? ഹാവ് യു എവർ ബീൻ ടു ലണ്ടൻ? ഹാവ് യു എവർ ബീൻ ടു ദുബൈ? അല്ലാതെ ഗോൺ ടു ദുബൈ എന്നല്ല ചോദിക്കുന്നത്, ബീൻ ഉപയോഗിച്ചാൽ മതി. പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിന് ബീനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ മാതാവ് എപ്പോഴെങ്കിലും നിങ്ങളെ തല്ലിയിട്ടുണ്ടോ? ഹാസ് യുവർ മദർ എവർ beaten you? So this is the way. Now let us see the negative interrogative sentences. ഇനി ഒന്നുകൂടി എംഫറ്റിക് ആയിട്ട് ചോദിക്കാനുള്ളൊരു മാർഗ്ഗമുണ്ടല്ലോ, നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ്. ഈ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് തന്നെ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. അതിനെന്താ മാർഗ്ഗം? അറ്റ് ദി ബിഗിനിങ് ദി ഷോർട്ടൻഡ് ഫോം ഓർ ദി എബ്രിവിയേറ്റഡ് ഫോം ഓഫ് ഹാവ് നോട്ട് ആൻഡ് ഹാസിൻ്റെ ആർ യൂസ്ഡ്. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? വാക്യത്തിൻ്റെ ആരംഭത്തിൽ ഹാവ് നോട്ടിൻ്റെ അല്ലെങ്കിൽ ഹാസ് നോട്ടിൻ്റെ ചുരുക്കി രൂപം ഹാവിൻ്റെ എന്നോ ഹാസിൻ്റെ എന്നോ ഉപയോഗിക്കും. പിന്നെ ബാക്കിയെല്ലാം സെയിം ആണ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ആ ഫോർമേഷൻ പോലെയാണ്. ഹാവിൻ്റെ ഓർ ഹാസിൻ്റെ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് B3 ഫോം ഓർ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ്. ക്വസ്റ്റ്യൻ ആകുമ്പോൾ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കണം. നിങ്ങൾ എന്നെ മുൻപ് കണ്ടിട്ടില്ലേ എന്ന് നമ്മൾ ചോദിക്കുന്നത് എംഫസിസിന് വേണ്ടി. അതിന് ഹാവ് യു സീൻ മീ ബിഫോർ എന്ന് ചോദിച്ചാൽ അതാകില്ല. ഹാവിൻറ്റ് യു സീൻ മീ ബിഫോർ? ഹാസിൻറ്റ് ഹി ടോട്ട് യു? ഹാസിൻറ്റ് ദി ചൈൽഡ് റിക്കവേർഡ് ഫ്രം ഹിസ് ഇൽനെസ്? ഹാവിൻറ്റ് യു ബീൻ ടു മുംബൈ? ഹാവിൻറ്റ് യു വിസിറ്റഡ് ദി താജ്മഹൽ? ഹാവിൻറ്റ് യു എവർ ടോൾഡ് ലൈസ് ഇൻ യുവർ ലൈഫ്? ഹാവിൻറ്റ് യു ചീറ്റഡ് എനിബഡി ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ ആരെയും ചതിച്ചിട്ടില്ലേ? ഹാവിൻറ്റ് യു എവർ ലവ്ഡ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ ആരെയും പ്രേമിച്ചിട്ടില്ലേ? ഹാസൻറ്റ് യുവർ ഫാദർ ബീറ്റൺ യു? അപ്പോൾ ഇവിടെ ഹാവിൻ്റെ അല്ലെങ്കിൽ ഹാസിൻ്റെ ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ട്? നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആകാൻ. നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ എംഫസിസ് കിട്ടത്തുള്ളൂ. ഫോർ എ സ്ട്രെങ്ത്, ഫോർ ആൻ എംഫസിസ് വി ഹാവ് ടു യൂസ് നെഗറ്റീവ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ്. Now you see the other type of question remains, that is interrogative sentences made with the help of question words. Interrogative sentences made by question words. How can we make interrogative sentences made with the help of question words? What are the ways? See, as we discussed earlier, we should use an apt or a proper or a suitable question word at the beginning of the sentence. അനുയോജ്യമായ ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം ഉപയോഗിക്കണം. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ ഉടനെ ഈ ടെൻസിലെ ഓക്സിലറീസ് ആയ ഹാവ് അല്ലെങ്കിൽ ഹാസ്. യു ക്ലിയർലി നോ ദി സർക്കംസ്റ്റൻസസ് ഇൻ വിച്ച് വി ക്യാൻ യൂസ് ഹാവ് ആൻഡ് ഹാസ്. ഹാവും ഹാസ് ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അതനുസരിച്ച് ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്.
സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് വെർബിൻ്റെ V3 വരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുന്നത്. പിന്നെ ആശയപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ വെൻ വി റൈറ്റ് വി ഷുഡ് യൂസ് ദി പങ്ക്ച്വേഷൻ ക്വസ്റ്റ്യൻ മാർക്ക് ഓർ ദി നോട്ട് ഓഫ് ഇൻട്രോഗേഷൻ അറ്റ് ദി എൻഡ്. ക്വസ്റ്റ്യൻ മാർക്ക് എന്നുള്ളതിൻ്റെ വേറൊരു പേരാണ് നോട്ട് ഓഫ് ഇൻട്രോഗേഷൻ. അത് അവസാനം ഉപയോഗിക്കണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഇൻട്രോഗേറ്റീവ് വേർഡ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് അധികം നിർമ്മിക്കാൻ പറ്റത്തില്ല. നിങ്ങളെൻ്റെ ഷർട്ട് എടുത്ത് എന്ത് ചെയ്തു? വാട്ട് ഹാവ് യു ഡൺ വിത്ത് മൈ ഷർട്ട്? വാട്ട്, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരുന്നത് യു ആണല്ലോ, അതുകൊണ്ട് ഹാവ്. യു ഡു എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡൺ വിത്ത് മൈ ഷർട്ട്. നീ ഇതുവരെ എവിടെയായിരുന്നു? വേർ ഹാവ് യു ബീൻ ടു ഓൾ ദീസ് ടൈം? വേർ ഹാവ് യു ബീൻ ടു ഓൾ ദീസ് ടൈം? ഈ സമയമല്ല നീ എവിടെയായിരുന്നു? നിന്നെ എന്തിനാണ് നിൻ്റെ അച്ഛൻ ശകാരിച്ചിട്ടുള്ളത്? വൈ യുവർ ഫാദർ സിംഗുലറാണ്, അതുകൊണ്ട് ഹാസ് അല്ലേ. വൈ ഹാസ് യുവർ ഫാദർ സ്കോൾഡഡ് യു? സ്കോൾഡ്, റിപ്രിമാൻഡ്, ചൈഡ്, ഇതൊക്കെയാണല്ലോ ശകാരിക്കുക എന്നുള്ളതിന്. സോ വൈ ഹാസ് യുവർ ഫാദർ സ്കോൾഡഡ് യു? വൈ ഹാവ് യു ലൈഡ് ഇൻ ഫ്രണ്ട് ഓഫ് മീ? എന്തിനാണ് നീ എന്നോട് എൻ്റെ മുമ്പിൽ നുണ പറഞ്ഞത്? വൈ ഹാവ് യു ലൈഡ് ഇൻ ഫ്രണ്ട് ഓഫ് മീ? വൈ ഹാവ് യു ടേക്കൺ മൈ മണി? വൈ ഹാവ് യു യൂസ്ഡ് മൈ കാർ? അപ്പോൾ ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ്, അധികം ക്വസ്റ്റ്യൻസ് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ വി കനോട്ട് മേക്ക് എ ലാർജ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഓയിങ് ടു ദി ലിമിറ്റേഷൻസ്. പരിമിതി കാരണം അങ്ങനെ അധികം ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാലും ദിസ് ഈസ് ദി ഫോർമേഷൻ. സോ ദീസ് ആർ ദി വേസ് ബൈ വിച്ച് വി ക്യാൻ മേക്ക് interrogative sentences made with the help of question words. So we did affirmative sentences, then negative sentence, and 3 kinds of interrogative sentences. Okay, now let us see with the next section, present perfect continuous tense.